വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്നത്തെ നല്ലൊരു ഡിഷാണ്, നല്ല വെറൈറ്റി വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ മലയാളീസ് കിച്ചൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ കാണുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഡിഷ് എന്തെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു ചമ്മന്തി, അത് ഈ ചമ്മന്തി കറക്റ്റായിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ അരച്ചെടുക്കുകയാണെങ്കിലും ഈ ഒരു ഒറ്റ ചമ്മന്തി മതി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ ഡബിൾ ചോറ് നിങ്ങൾ കഴിക്കും. അപ്പോൾ ആ ഒരു ചമ്മന്തിക്ക് നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നെടുകയൊന്ന് കീറിയെടുത്തതാണ്. അതുപോലെ വറ്റൽമുളക്, ഇത് പിരിയൻ മുളകാണ്, കാശ്മീരി മുളക്. അപ്പോൾ അതിൻ്റെ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതിലിപ്പം പകുതി ഞാൻ വഴറ്റാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഞാൻ ഉള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചതാണ്. അത് നമുക്കൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് മുളകൊന്ന് ഫ്രൈ ആവാൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പുളിയും അതുപോലെ പകുതി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഞാൻ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 1 തണ്ട് കറിവേപ്പില ഞാൻ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ്, അല്ലെ 1 മിനിറ്റ്, 2 മിനിറ്റ് വേണ്ട, കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഉള്ളിക്കൊക്കെ ചെറിയൊരു നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൽ തേങ്ങ എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു പിടി തേങ്ങ, അപ്പോൾ അതിനകത്തിപ്പോൾ ഇങ്ങനെ കഷ്ണം അല്ല തേങ്ങയുടെ ഒരു പീസ് കടന്നെന്ന് വെച്ച് കുഴപ്പമില്ല. നമുക്ക് ഒരു പിടി തേങ്ങ കൂട്ടത്തിലൊന്ന് ഇട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി ഇങ്ങെടുക്കാം. ജസ്റ്റ് ആ തേങ്ങ ഞാൻ അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. ഒരു മിനിറ്റ് തികച്ചില്ല, ഒരു 30 സെക്കൻഡ് ഞാനൊന്ന് ഇളക്കി തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചത്തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന നമുക്ക് ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കൂടി ഉള്ള ആ ഒരു ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതെല്ലാം ഈ ജാറിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാം ഇതിനകത്ത് ഞാൻ ചൂടാക്കി ഒന്ന് വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ജസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ആ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു നമുക്ക് ഭയങ്കരമായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് 2-3 തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന ഒരു പരുവത്തിന് കിട്ടാവുന്ന രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും തന്നെ, എല്ലാ വ്യൂവേഴ്സും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടാണ്. നമ്മൾ ആ ഉള്ളി വഴറ്റിയത് കൊണ്ട് ആ ഉള്ളിയുടെ ചെറിയൊരു മധുരവും ആ പുളിപ്പും മുളകിൻ്റെ ആ ഒരു എരിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മഷി പോലെ അരയ്ക്കാതിരിക്കുക. ചമ്മന്തിക്ക് നമ്മളൊരു 3-4 തവണ ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തെടുത്താൽ മതി. അതല്ല അരഞ്ഞു പോയി കഴിഞ്ഞാൽ ചമ്മന്തിയുടെ ആ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അതുപോലെ നിങ്ങൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു 3-4 തവണ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.